അല്ല എന്താണ് ഇന്നിപ്പോൾ ഈ ചിരിയൊന്നും നോക്കണ്ട കേസ് ചെറിയൊരു പണി കിട്ടിയിരിക്കണേ അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവാണ്. എന്തായാലും നല്ല ചൂടിൽ നിൽക്കൊക്കെ അല്ലേ, എന്നാൽ പിന്നെ ഒന്ന് തണുപ്പിച്ചിട്ട് പോകുന്നേരി നേരെ ബാസ്കിൻ റോബിൻസ് തള്ളി തുറന്നുകാണ്ട് ഉള്ളിൽ കയറി. അവിടെ 1-2 കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്യൂ പാലിച്ച് അവിടെ നിന്നാണ്ട് ലാസ്റ്റ് നമുക്ക് വേണ്ടി സാധനങ്ങൾ ഓർഡർ കൊടുത്ത് കിട്ടിയ സാധനമായിട്ട് തിരിച്ച് വണ്ടിക്കട് കയറി. ഏതായാലും ഒന്നേ വാങ്ങിയിട്ടുള്ളൂ. മാനുവിന് പനിയും തൊണ്ടവനായതുകൊണ്ട് ഓനക്ക് വേണ്ടവൻ ആദ്യം തന്നെ പറയാം. ഞാൻ വാങ്ങിച്ച സാധനം ഏതാ വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഓറിയോ മിക്സ് ആണ് കേട്ടോ. ഏതായാലും വേണ്ടില്ല, വാങ്ങിയ സാധനം കഴിച്ച് നോക്കിയപ്പോൾ നല്ല അസായി ടേസ്റ്റ്, വെറുതെ ലെവൽ നല്ല കൈക്ക് വെക്കുന്നത്. ഐസ്ക്രീം കഴിച്ചാണ്ട് ഞങ്ങളോട് കൈ പോകണമെന്ന് മനസ്സിലായോ? ഞങ്ങൾ ഈ പോണത് കോർഫക്കാനിലേക്കാട്ടോ. അതിൻ്റെ ഇടക്കാണ് മാനുവിനൊരു കോൾ വന്നത്. അവൻ്റെ വണ്ടി സർവീസിന് കൊടുക്കാനായിക്കണ് വേറെ വേറെ വണ്ടിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അയാളെ വെയിറ്റ് ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് അയാൾ വേറൊരു വണ്ടിയായിട്ട് വന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് മാനുവിന്റെ വണ്ടി എന്ത് ചെയ്ത് സർവീസിന് കൊണ്ടുപോയി. എന്തായാലും വേണ്ടില്ല, കിട്ടിയ വണ്ടിയിട്ട് ഞങ്ങൾ പിന്നെയും കോർഫക്കാൻ ലക്ഷ്യമായിക്കൊണ്ട് തന്നെ വിട്ടു. ഏതായാലും വേണ്ടില്ല, ഞങ്ങൾ അങ്ങനെ ഷാർജ എമിറേറ്റ്സ്. നിങ്ങൾ ഈ കാണുന്നത് പള്ളിയൊന്നുമല്ല കേട്ടോ, ഇതൊരു മെൻസ് കോളേജാണ്. അതേപോലെ ഇതൊരു വുമൻസ് കോളേജും. ഷാർജയുടെ സ്ഥലങ്ങളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നിനും ഓരോ പാറ്റേൺ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ ഊത് പുകയുന്ന ഒരു റൗണ്ട് അബൌട്ടാണ്. ഇതിന്റെ ഉള്ളിൽ കിടന്ന് പുകയുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഊതിന്റെ സ്മെല്ലായിരിക്കും. റൗണ്ട് അബൌട്ട് വലത്തോട്ടേക്ക് പോയി നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇനി നമ്മൾ എന്തിനാന്ന് കോർഫക്കാനിലേക്ക് വന്നാലേ, ഞാൻ അത്രയും കാലം വർക്ക് ചെയ്ത ഫുജിയറായിരുന്നു. എനിക്ക് അവിടുന്ന് പെട്ടെന്ന് കോർഫക്കാനിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അവിടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ ആദ്യം നമ്മളെ ഇവിടെയുള്ള ഫ്രണ്ട്സിനോടൊന്ന് മീറ്റ് ചെയ്തിട്ട് അവരൊന്ന് അന്വേഷിക്കാൻ നിർത്തി. അവിടെ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങൾ 1-2 റൂമുകളൊക്കെ പോയി നോക്കി. പക്ഷേ നമുക്കൊന്നും അവിടെ സെറ്റ് ആയില്ല. അങ്ങനെ കിടന്ന് ഇറങ്ങുമ്പോഴാണ് എൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു. എൻ്റെ വേറെ ഫ്രണ്ട് കൊടുത്താണ് റൂമുണ്ട് ഇറങ്ങാണ്ട് വിളിച്ചു. അവിടെ ചെന്ന് മൂപ്പര് വിട്ടുന്ന ലൊക്കേഷൻ ചെന്നപ്പോൾ ആളും മനസ്സിലാത്തൊരു പറമ്പക്കെടുത്തി. ഞങ്ങൾ പിന്നെയും മൂപ്പര് 2 വട്ടം വിളിച്ചപ്പോൾ മൂപ്പര് വേറെ ലൊക്കേഷൻ വിട്ടുന്നു. അടുത്ത ലൊക്കേഷനിൽ ഞങ്ങൾ എത്തിയപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. സംഭവം കുഴപ്പമൊന്നുമില്ല, ഒക്കെ നടന്നു കണ്ടു, അടിപൊളി. അപ്പോൾ തന്നെ കൈ കൊടുത്ത് സാധനം സെറ്റാക്കി ഉറപ്പിച്ചു കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എന്താക്കി മസാല അടിച്ച് പൂജാരക്കട് പോകുന്നു. പൂജാരെത്തിയപ്പോൾ ദേ ഇരിക്കണേ മിഞ്ഞാ ദുബായിക്ക് പോകാൻ ഞങ്ങളെയും കാത്ത് ഫുഡ് കഴിക്കാൻ. അപ്പോൾ പറഞ്ഞ പോലൊക്കെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തോളി, നേരം വേണ്ടേ.